മോഡൽ 250 ആണ്. 250 ആരും കൊടുക്കത്തില്ല, 89 രൂപ കൊടുക്കും. ആരും കൊടുക്കത്തില്ല, ഇവര് കൊടുക്കും 89,000. അതെ, നിങ്ങൾ വേറെ എവിടെ വേണം തിരക്കി, എത്ര ഷോപ്പിൽ വേണം, വേറെ എവിടെയെങ്കിലും തിരക്കിയിട്ട് നിങ്ങളുടെ കേരളത്തിലെ എല്ലാ ഷോറൂമിലും തിരക്കിയിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തു മതി അല്ലേ? അതെ അതെ, നമുക്കൊരു 45 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. ഇത് ആരും കൊടുക്കത്തില്ല ഈ വിലയ്ക്ക്, ഫൈനൽ കൊടുക്കാം. 78 രൂപ ആരും കൊടുക്കത്തില്ല ഈ വിലയ്ക്ക്, ആരും കൊടുക്കില്ല. ചലഞ്ചിങ് യെസ് ഗൈസ്, അപ്പൊ ഡി മോട്ടോഴ്സ് ചലഞ്ച് ചെയ്യുന്നു. 1,00,000 താഴെ കിടലൻ എക്സ്പ്രസ് ഇരിക്കണ്ടാ, ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ, കൊണ്ടുപോക്കോളൂ. ഓഫറാണ്, ഓഫർ പ്രൈസ് 4,000 ഡിസ്കൗണ്ട് അല്ലേ? തൃശ്ശൂർ എറണാകുളം ഭാഗത്തൊക്കെ 150 ചോദിക്കുന്ന വണ്ടി നമ്മൾ 140 കസ്റ്റമർ. ഏകദേശം 10,000 രൂപ നിങ്ങൾക്ക് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ് വന്നാൽ ലാഭം കിട്ടുന്നതാണ്. 8,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. അവർ 7,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. നമുക്കൊരു 5 രൂപ കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും. ഒരു 5,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം അല്ലേ? ഇത് 5 രൂപ കൊണ്ട് ഇറക്കാം. 3 മോഡൽ 3000 കിലോമീറ്റർ. വെറും 3000 കിലോമീറ്റർ, വെറും 3000 കിലോമീറ്റർ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ പ്രോപ്പർ കൊല്ലം ജില്ലയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇത്രയും നാൾ കരുനാഗപ്പള്ളി അവിടേക്കാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. കൊല്ലത്തോട്ട് എത്തി. ഡി മോട്ടോഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ഡി മോട്ടോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബ് കാണുന്നവർക്ക് അറിയാം, അത്യാവശ്യം വീഡിയോസ് ഒക്കെ വേറെ പല ചാനൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാൻ പറ്റും? കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് റോഡ് എൻഡ് ആവുന്നതിന് മുമ്പായിട്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒരു 100 മീറ്റർ കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 100 മീറ്റർ റൈറ്റ് സൈഡിൽ. അപ്പൊ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു, പേരൊന്ന് പറയാം പ്രേക്ഷകർക്ക് വേണ്ടി. അഭിനന്ദാണ്, പിന്നെ ജിബിൻ. രണ്ടുപേരാണ്, അനിയൻ ചേട്ടൻ രണ്ടുപേരും ഉള്ളത്. ജിബിനാണ് ആക്ച്വലി നമ്മളെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഷോറൂമിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ നേരത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്കത് പ്രതീക്ഷിക്കാൻ പറ്റും, തീർച്ചയായും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഫിനാൻസും ഡീറ്റെയിലും കാര്യങ്ങളും ഇടയ്ക്ക് പറയാം. നല്ല വെയിലുണ്ട്, ഏകദേശം 1 മണിക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നല്ല പൊടിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വെയിലും മഴയും താണ്ടി ഞങ്ങൾ കിലോമീറ്റർ താണ്ടി എത്തിക്കുകയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതുണ്ട് പാഷൻ പ്രോ 2021 മോഡൽ? 21 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഈ വണ്ടിയുടെ പൊടിയാണ്, നിങ്ങൾ നോക്കിയൊന്നും വേണ്ട. വണ്ടി നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. ഇപ്പൊ ഇരിക്കുന്ന പൊടി നല്ല പൊടിയുണ്ട്, സർവീസ് ചെയ്താലും പൊടി കയറും. നമ്മൾ അകത്ത് വണ്ടി സർവീസ് പോളിഷ് വെച്ചിരിക്കുന്ന വണ്ടി കുറെ അകത്തിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിറ്റി കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ റേറ്റ് ഇത് വരുമ്പോ നമുക്കൊരു 52,000 രൂപ ഫൈനൽ 50 രൂപ ചെയ്തു. 50,000 രൂപ സ്പെഷ്യൽ റേറ്റ്. അതെ അതെ, 50,000 കൊടുക്കാം. ഫിനാൻസ് കിട്ടാൻ സാധ്യത ഉണ്ടോ? ഫിനാൻസ് കിട്ടും. 40 രൂപ ഫിനാൻസ് കിട്ടും. നമുക്ക് 2017 മുതലല്ലേ ഇപ്പൊ ഫിനാൻസ് കിട്ടാം? അതെ അതെ, 17 മുതൽ ഫിനാൻസ് കിട്ടുള്ളൂ. ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയാണ് എല്ലായിടത്തും പാസ്ബുക്ക് ഫോട്ടോ. അപ്പൊ എന്തിന്റെ ഡീറ്റെയിലും കാര്യം അറിയാൻ കോൺടാക്ട് ചെയ്ത് പറയുന്നത്. കസ്റ്റമർക്ക് നല്ല എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ട്രാൻസാക്ഷൻ അക്കൗണ്ട് വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഫണ്ടിങ് അടിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത പൾസർ 150 2018 മോഡൽ. 2018 മോഡൽ. തേർഡ് ഓണർഷിപ്പ് ആണ്. ഇത് വരുമ്പോഴേ നമുക്കൊരു 38 രൂപ ഫൈനൽ കൊടുക്കാം. 38 നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്, ഒന്നും നോക്കാനില്ല. കാര്യങ്ങളെല്ലാം ചേഞ്ച് പോകേണ്ട 1 മാസം എഞ്ചിൻ വാറണ്ടി കൊടുക്കും, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ. നമ്മൾ കൊടുക്കുന്ന വാറണ്ടി അല്ലേ? 1 മാസം എഞ്ചിൻ വാറണ്ടി കൊടുക്കും, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വണ്ടിക്കും ഉണ്ടല്ലേ? ഏത് വണ്ടി എടുത്താലും 10,000 ആയാലും 20,000 ആയാലും 1,00,000 വണ്ടി എടുത്താലും 2,00,000 എടുത്താലും ഇത് ബാധകമാണ്. അടുത്ത വണ്ടി ഗ്ലാമർ 2019 മോഡല്. 19 വണ്ടിയാണ്. വണ്ടി വന്നിട്ട് 2 ദിവസം പോലും ആയില്ല. വണ്ടി നല്ല പൊടിയുണ്ട്, സർവീസ് ചെയ്തില്ല, വീഡിയോക്ക് വേണ്ടി എടുത്ത് വെച്ചതാ. കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് ഇവിടെ വെച്ചത്. അതെ അതെ, ഇതിപ്പോ നമുക്ക് ഒരു 53 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 53,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഇത് ഏകദേശം ഒരു 15 ഒക്കെ ഡൗൺ പേയ്മെന്റ്, 10 രൂപ അടച്ചാൽ മതി. 10 ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത ആക്റ്റീവ 5G ഇരിക്കുന്നത് കേട്ടോ. ആക്റ്റീവ 5G 2019 മോഡല്. ഇത് നമുക്ക് 52 രൂപയ്ക്ക് ഫൈനൽ. കിലോമീറ്റർ എത്ര ഉണ്ടാവും ഏകദേശം? ഇതൊരു 31,000 കിലോമീറ്റർ. 31,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. വണ്ടി 7,000 8,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. അവർ 7,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. അടുത്ത എൻടോർക്ക് ഇരിക്കുന്നുണ്ട്. 2019 മോഡൽ. 19 മോഡൽ. ഇത് വരുമ്പോൾ 58 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 58,000 രൂപ ഫൈനൽ കൊടുക്കാം അല്ലേ? അതെ അതെ. വണ്ടി ഇങ്ങനെ കണ്ടീഷൻ പക്കാ കണ്ടീഷൻ വണ്ടിയാണ്. പക്കാ കണ്ടീഷൻ വണ്ടിയാണ്. നോക്കി നടന്ന വണ്ടി വരുന്നുണ്ട്. ടയറും കാര്യങ്ങളെല്ലാം പക്കാണ്. വേറെ എഞ്ചിൻ സൈഡും വേറെ പ്രശ്നമൊന്നും. റേറ്റ് പറഞ്ഞായിരുന്നു 58 രൂപ കൊടുക്കും. 58 രൂപയാണ് വണ്ടിക്ക് റേറ്റ്. നമുക്ക് ഇങ്ങോട്ട് നിന്നാലാ കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. അപ്പൊ അവന് ഷൂട്ട് ചെയ്യാൻ സർവീസ് റോഡ് ആയതുകൊണ്ട് വണ്ടികളൊക്കെ ഇതുവഴിയാ പോകുന്നത്. നോക്കി എടുക്കണം കേട്ടാ, ഞാൻ നോക്കിക്കോളാം. അടുത്ത ആക്റ്റീവ 2018 മോഡൽ 39 രൂപ കൊടുക്കാം. 39 രൂപ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. വീണ്ടും എൻടോർക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമുക്കൊരു 5 രൂപ കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും. ഒരു 5,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം അല്ലേ? ഇത് 5 രൂപ കൊണ്ട് ഇറക്കാം. വില എത്ര? 39 രൂപ. അത് 30. ഇതിന്റെ കേസ് ഇത് 2018 മോഡൽ. 18 മോഡൽ. ഇത് വരുമ്പോൾ നമുക്ക് ഒരു 54 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 54,000 രൂപക്ക് ഫൈനലൈസ് ചെയ്ത് കൊടുക്കാം. ഇതും ഏകദേശം 10,000 ഡൗൺ പേയ്മെന്റ് മതി എന്ന് വിചാരിക്കുന്നു. 10 രൂപ എന്താ ഏകദേശം വേണം. അവരെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കസ്റ്റമറുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടാണ് ഫിനാൻസ് കൊടുക്കുന്നത്. ഡൗൺ പേയ്മെന്റ് കേസ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച്, നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ 10 പറഞ്ഞാൽ ചിലപ്പോൾ 15 വേണ്ടി വരും. ചിലപ്പോൾ 10 പറഞ്ഞാൽ ചിലപ്പോൾ ഫിനാൻസ് അത്യാവശ്യം ഗ്രേഡ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കുറച്ചും കിട്ടും. ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ്. അപ്പൊ ഞാൻ പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങളിപ്പോ 10,000 പറഞ്ഞാൽ 10,000 വന്നിട്ട് ഈ വണ്ടി താടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തരാൻ പറ്റില്ല. പ്രശ്നമാക്കരുത്. ട്രാക്ക് അപ്പൊ നിങ്ങൾ 3, 4, 5 രൂപ എക്സ്ട്രാ കരുതിക്കോ. ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൂട്ടി അടച്ചെടുക്കാനായിരിക്കും നമ്മൾ പറയുന്നത്. കാര്യം
പലിശ കുറഞ്ഞു കിട്ടും. അതും വേറെ കാര്യം. അടുത്ത 27,000 കിലോമീറ്റർ ഡിയോ 2022 മോഡൽ. എന്താ വരുമ്പോഴത്തേക്ക് നമുക്ക് 72 രൂപ ഫൈനൽ കൊടുക്കാം. 72,000 രൂപ വേണ്ട, 68 രൂപ കൊടുത്തേ. ഓഫറാണ്, ഓഫർ പ്രൈസ് 4,000 ഡിസ്കൗണ്ട് അല്ലേ? അപ്പൊ ഇത് ഏകദേശം ഇതിന് ഡൗൺ പേയ്മെന്റ് 15 മതി. 15 വേണ്ട, 10 മതി. ഓണർഷിപ്പ് ഏതൊക്കെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് 2018 മോഡൽ ഡിയോ 24,000 കിലോമീറ്റർ കേട്ടോ. അതെ അതെ. വില ഇത് വരുമ്പോൾ നമുക്കൊരു 39,500 കൊടുക്കാം. 39,500. 500 കണക്ക് വന്നല്ലോ. 500 കുറച്ച് കൊടുത്തേക്കാൻ പോട്ടെ. അപ്പൊ 39. അതെ അതെ, വീണ്ടും കുറച്ച് 39,000 രൂപ. അടുത്തത് ഗ്രാസിയ 2018 മോഡൽ. അത് 39 രൂപ. 39 രൂപ. അടുത്ത പൾസർ ഇരിക്കണ്ടല്ലോ ഇഷ്ടംമാതിരി. 220 എന്ന് വില വരും. 2020 മോഡൽ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 75 രൂപ ഫൈനൽ കൊടുക്കാം. 75 രൂപ വണ്ടിക്ക് വില വരുന്നത്. ഇത് 180F 2020 മോഡൽ. 2020 മോഡൽ ഇറക്കാൻ പറ്റും. 10 വണ്ടി ഇറക്കാം. ഇത് 180F ആണെങ്കിൽ 2020 മോഡൽ തന്നെ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 67 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ഡേറ്റ് അല്ലേ? ഡിമോട്ടോസ് ബൈക്സ് എന്നുള്ള പേജിൽ ഈ വണ്ടിയുടെ എല്ലാത്തിനും A to Z ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കൊടുത്തത്? നമ്മൾ തണ്ടർബേഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മറ്റേ GT കൊടുത്തിട്ടുണ്ട്. GTL കൊടുത്ത പേയ്മെന്റ് ആണ് കൊടുത്തത്. പിന്നെ ഡേറ്റ് ബൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിമാലയം കൊടുത്തു. 4 വണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഗിവ് കൊടുക്കുന്നത്. അപ്പൊ ഭാവിയിൽ നമ്മളെ സഹകരിച്ചിട്ട് ഗിവ് കൊടുക്കണം. അപ്പൊ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിവ് കിട്ടുന്നതായിരിക്കും. അടുത്ത് വീണ്ടും 2020 മോഡൽ 21 മോഡൽ 180F ആണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 78 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 78 രൂപ ഫൈനലൈസ് ചെയ്യാം. ഈ ഫൈനലൈസ് ചെയ്യുന്ന പറഞ്ഞാലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും? പിന്നെ നമുക്ക് ടേബിൾ ടു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. RS 200 ഏതാ മോഡൽ? 2019 മോഡൽ. 19 മോഡല്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1-2 ഫൈനൽ 1 രൂപയ്ക്ക് ഫൈനൽ 1 ലക്ഷം രൂപ കൊടുക്കുക. ഏകദേശം 10,000 ഡൗൺ പേയ്മെന്റ്. 10 മതി. സിംഗിൾ ഓണർഷിപ്പ് ആണ് വിചാരിക്കുന്നു. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ ഫേസർ ഏതാ? ഫേസർ ഇത് 2017 മോഡലാണ്. 17 മോഡലാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത് 1000 രൂപ അഡ്വാൻസ് ചെയ്ത് പോയത്. അപ്പൊ നമ്മുടെ വീഡിയോ മുമ്പ് വിറ്റുവോ? എന്നാലും വില എത്രയായിരുന്നു? 38,500 കൊടുക്കുക. 38,500. ഇത് ഹിമാലയ സ്ക്രാം 2022 മോഡൽ. 22 ഓണർഷിപ്പ് വണ്ടിയാണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് 1,87,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 187. എറണാകുളം സൈഡിൽ നോക്കി കഴിഞ്ഞാൽ 210 കുറച്ച് ആരും കൊടുക്കത്തില്ല. എറണാകുളം സൈഡോടെ ഇപ്പോൾ വില കമ്പയർ ചെയ്യൽ പൊതുവെ കുറവാണ്. പൊതുവെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വില കുറവുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എറണാകുളം മലപ്പുറം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഓപ്ഷൻ ആണ്. ഡെലിവറി ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് ഫിനാൻസ് ആകുമ്പോൾ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇവിടെ സൈൻ ചെയ്യേണ്ടി വരും. കുറെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അവർ വന്നതിന് ശേഷം കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. പേയ്മെന്റും കാര്യമെല്ലാം കഴിഞ്ഞ് സൈൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാട്ടോ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ദൂരത്തുനിന്ന്. അടുത്തത് എക്സ്പൾസ് 4V 2 കൂടി ഇരിപ്പുണ്ട്. വർക്ക്ഷോപ്പ് ഇരിക്കുകയാണ്. 2022 മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1,28,000 ഫൈനൽ കൊടുക്കും. 1,28,000. 1,28,000 രൂപ വേണ്ട. 4V അല്ലേ? 4V. അപ്പൊ 2022 റേറ്റ് കറക്റ്റ് അല്ലേ? അതെ അതെ. 1,22 ആണ്. അപ്പൊ 1,28 ആണ്. ഇത് ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റ് വരും ഏകദേശം. ഒരു 25-28 രൂപ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്ത ഈ എക്സ്പൾസ് ആണെങ്കിൽ 2021 മോഡൽ 94,000 രൂപ. 94,000 രൂപ. 1 ലക്ഷത്തിൽ താഴെ കിടലൻ എക്സ്പൾസ് ഇരിക്കണ്ടട്ടാ. ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ, കൊണ്ടുപോക്കോളൂ. ഈ വണ്ടി ആണെങ്കിലോ FC വെർഷൻ 3 2022 മോഡൽ. ഇത് വരുമ്പോൾ 89 രൂപ വരും. 89 രൂപ ഉള്ളൂ. 2022 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 17,000 കിലോമീറ്റർ. 22 മോഡൽ ആ റേറ്റ് നല്ലൊരു ഡീലാണ്. അതെ അതെ. ഓക്കെ. 2021 മോഡൽ. ഇതും നമുക്കൊരു 85 രൂപ നമുക്ക് കിലോമീറ്റർ ഏകദേശം എത്ര വരും? ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 45 കിലോമീറ്റർ. നോർമലി നമുക്ക് ടാഗ് ഇടാറാ. ടാഗ് ഇല്ലാത്തതുകൊണ്ടാണ് കിലോമീറ്റർ എടുത്ത് വെച്ചത്. ഇത് RS അല്ലേ? RS 2021 മോഡൽ. 1,28,000 രൂപ. 1,28,000. അതെ അതെ. 2021 മോഡൽ. അകത്ത് ഫിനാൻസ് ചെക്ക് ചെയ്തോണ്ടിരിക്കണം. ഇതും ചെക്ക് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമുക്ക് സ്പെഷ്യൽ വണ്ടികളൊക്കെ വരട്ടെ. NS ഏതാ മോഡല്? ഇത് 2019 മോഡൽ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 85 രൂപ ഫൈനൽ കൊടുക്കാം. 85,000 രൂപ. 2019 മോഡൽ. 2024 മോഡൽ. ഇത് 1,45,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,40,24 മോഡൽ. 24 മോഡൽ 1,45. ഇത് 85 രൂപ അല്ലേ? അപ്പൊ 1 ലക്ഷത്തിൽ താഴെ വേറെ 85,000 രൂപ NS ഇരിക്കണ്ടോ? ഈ വണ്ടി ആണെങ്കിലോ? ഡൊമിനാർ 2018 മോഡൽ. ഇത് വരുമ്പോൾ 1,15 ഫൈനൽ കൊടുക്കാം. 1,15,000. 2018 മോഡൽ. 18 മോഡൽ. എത്ര ഫിനാൻസ് വേണ്ടി വരും? നമുക്കൊരു 85 രൂപ ഫിനാൻസ് കിട്ടും. ഒരു 10, 20 രൂപ, 25 രൂപ അടുപ്പിച്ച് അടച്ചാൽ ഏകദേശം 25,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് കിടിലൻ വണ്ടി ഇരിക്കുന്ന നല്ല കളറാണ്. അടുത്ത ഈ വണ്ടി 160 ആണ്. 4V 2021 മോഡലാണ്. ഇത് വരുമ്പോൾ നമുക്കൊരു 78 രൂപ ഫൈനൽ കൊടുക്കാം. 78 രൂപ ആരും കൊടുക്കില്ല. ചലഞ്ചിങ് ആണ്. യെസ് ഗായ്സ്. അപ്പൊ ഡിമോട്ടോസ് ചലഞ്ച് ചെയ്യുന്നു. പേര് മറന്നു. അബിൻ ചേട്ടൻ ചെയ്യുന്നു. മാറിപ്പോയി. 20 മോഡല്.
ഇത് വരുമ്പോൾ നമുക്ക് ഒരു 1.20 ഫൈനൽ കൊടുക്കാം. 1.20 2020 മോഡലാണ്. ബ്രംബോടെ കിറ്റും കാര്യങ്ങളെല്ലാം കയറുന്നുണ്ട്. സ്റ്റോക്ക് ആക്കി വേണമെങ്കിൽ സ്റ്റോക്ക് ആക്കി കൊടുക്കാം. കാര്യങ്ങളെല്ലാം മാറ്റി നമുക്ക് ക്ലിയർ ചെയ്ത് പിടിക്കാൻ സാധ്യത. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ റേറ്റ് 1.20 ആണ്. ഇതും ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഒരു 20 രൂപ ഫിനാൻസ് 20 കിട്ടും. മതി. അകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്? അകത്ത് RC ഇരിപ്പുണ്ട്. RC ഇരിക്കുന്നുണ്ട്. RC ഇരിപ്പുണ്ട്. V1 ഇരിപ്പുണ്ട്. RS ഇരിപ്പുണ്ട്. ഡ്യൂക്ക് ഇരിപ്പുണ്ട്. V3 ഇരിപ്പുണ്ട്. V4 ഇരിപ്പുണ്ട്. അത് നമുക്ക് ആദ്യം പെറാക്കിന്ന് തുടങ്ങാം. ഇതേതാ മോഡൽ സാധനം? പെറാക്കി നമ്മള് തള്ളുവാന്ന് വിചാരിക്കുന്നത്. ഇത് ഡെലിവറിക്കുള്ള വണ്ടിയായിരുന്നു. ഇതിന്റെ ഡെലിവറി ആണ്. വേറെ വരാനുണ്ടോ? 2022 കസ്റ്റമർക്ക് കൊടുത്ത് 1.40 കൊടുത്തിരിക്കുന്നത്. 1.40. തൃശ്ശൂർ എറണാകുളം ഭാഗത്തൊക്കെ 1.50 ചോദിക്കുന്ന വണ്ടി നമ്മൾ 1.40 കസ്റ്റമർ. ഏകദേശം 10,000 രൂപ നിങ്ങൾക്ക് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ് വന്നാൽ ലാഭം കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ തുടങ്ങാം. RC 200 2019 മോഡൽ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് 1.65 ഫൈനൽ കൊടുക്കാം. 1.65. അതെ അതെ. ഈ പൊടി ഇരിക്കുന്നത് നിങ്ങൾ നോക്കേ വേണ്ട. പൊടി അല്ലെങ്കിൽ നമുക്ക് എടുത്തറിയാൻ പറ്റില്ല. ഇതാണ് ഈ കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് കേട്ടോ. കാരണം ഈ ബൈപ്പാസിന് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മളടക്കം പൊടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് V1 സ്റ്റാൻഡേർഡ് ആണ്. അത് 2017 മോഡലാണ്. വണ്ടി നല്ല കസ്റ്റമൈസ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. കിട്ടാനില്ല. വണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 85 രൂപയാണ്. നമുക്ക് 83 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 83,000 രൂപ ഫിനാൻസ് കിട്ടില്ലല്ലോ? ഫിനാൻസ് കിട്ടും. 50 രൂപ ഫിനാൻസ്. 50,000 ഫിനാൻസ് കിട്ടും. ഇത് 2019 മോഡൽ കസ്റ്റമൈസ് ചെയ്ത വണ്ടിയായിരുന്നു. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 98 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 98 രൂപ. അതെ അതെ. 2019 മോഡൽ. 98 രൂപ. നിസ്സാര ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. വീണ്ടും RS. ഇത് 2018 മോഡല്. ഇത് വരുമ്പോൾ നമുക്ക് 85 രൂപ ഫൈനൽ കൊടുക്കാം. 2018 85,000. ഓണർഷിപ്പ് സിംഗിൾ ആണോ? ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് Gixxer 250. 2021 മോഡല് 250 ആണ്. 250. ആരും കൊടുക്കത്തില്ല. 89 രൂപ കൊടുക്കുക. ആരും കൊടുക്കത്തില്ല. ഇവര് കൊടുക്കും 89,000. അതെ. നിങ്ങൾ വേറെ എവിടെ വേണം തിരക്കി, എത്ര ഷോപ്പിൽ വേണം, വേറെ എവിടെയെങ്കിലും തിരക്കിയിട്ട് നിങ്ങളുടെ കേരളത്തിലെ എല്ലാ ഷോറൂമിലും തിരക്കിയിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തു മതി അല്ലേ? അതെ അതെ. ഇത് 390. 2018 മോഡൽ. നമുക്കൊരു 1.78 ഫൈനൽ. അടുത്ത വണ്ടിയാണല്ലോ. അതെ. ഇത് റിയാണ് വണ്ടി. 1,78,000 ഫൈനൽ. 1,78,000 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. അതെ അതെ. ഇത് 1.10 രൂപ ഫിനാൻസ് കിട്ടും. അപ്പൊ നമ്മുടെ എറണാകുളം വണ്ടി ഇത് നമുക്ക് 2021 മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്ക് 1.40 1.38 റേഞ്ചിനാണ് കൊടുക്കാം. 1.38 ഫിനാൻസ് കിട്ടുന്നതാണ്. 1.10 ഫിനാൻസ് കിട്ടും. 1.10 ഫിനാൻസ് കിട്ടും. ഇത് 2020 മോഡൽ. 20 മോഡൽ. ഇത് നമുക്ക് വേണ്ട ഒരു 1.30 ആ റേഞ്ചിന് നമുക്ക് ഫൈനൽ കൊടുക്കാം. 1,30,000. അതെ അതെ. അപ്പൊ ഇതും ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിൽ അടക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് വിചാരിക്കുന്നു. അതെ അതെ. ഒരു 20-25 ആ റേഞ്ച് അടച്ചാൽ മതി. ഈ അടുത്ത് ഇപ്പൊ എനിക്ക് റീസെന്റ് കിട്ടിയെന്ന് കുറച്ച് ഫിനാൻസിന്റെ ഡൗൺ പേയ്മെന്റ് കൂട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ 1.10 വരെ ഫിനാൻസ് കിട്ടും. ക്ലാസിക്കിനൊക്കെ 1.10 ഫിനാൻസ് കിട്ടും. ഇങ്ങനെയുള്ള മോഡൽ കൂടിയ വണ്ടിക്കൊക്കെ 1.10. പൊതുവേ അതുകൊണ്ട് തന്നെ നമുക്ക് 0 ഡൗൺ പേയ്മെന്റും 10,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 ഡൗൺ പേയ്മെന്റ് 5 രൂപ 10 രൂപ റേറ്റിൽ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഈ ഫണ്ടിങ് കുറച്ചതിന്റെ പേരിലാണ് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൂട്ടി അടക്കേണ്ടത്. പക്ഷെ നിങ്ങളുടെ ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂട്ടി അടക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അടുത്തത് V3 2021 മോഡൽ. 21 മോഡൽ ഇതല്ലേ? നമുക്ക് 1,28,000 ഫൈനൽ കൊടുക്കാം. 1.28 കൊടുക്കാൻ പറ്റും. 1.10 വരെ ഫിനാൻസ് കിട്ടും. 18,000 നമുക്ക് ഇറക്കാൻ പറ്റും. വെറും 18,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ V3 ഉണ്ട്. അടുത്ത ഈ റെഡ് ആണെങ്കിലോ? ഇത് 2019 മോഡൽ. ഇത് വരുമ്പോൾ നമുക്ക് 1.10 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 20 കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും. വെറും 20,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഈ V3 ആണെങ്കിൽ ഇത് 2019 മോഡലാണ്. ഇത് വരുമ്പോൾ 1.15 വരും. 1.15. നമുക്കൊരു 25 രൂപ കൊണ്ട് ഇറക്കാം. വെറും 25,000. 19 വ്യത്യാസം. സിംഗിൾ ഓണർഷിപ്പ്, തേർഡ് ഓണർഷിപ്പ് ആണ്. തേർഡ് ഓണർഷിപ്പ് ആണല്ലേ? അടുത്ത V4M അല്ലേ? V4M 2022 മോഡൽ. വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1.35 ഫൈനൽ കൊടുക്കാം. 1,35,000 രൂപ. 1,35,000 നല്ലൊരു റേഞ്ച് ആണ്. 22 മോഡലാണ്. 22 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലിരിക്കുന്നത്. RC ആണെങ്കിലോ? RC 390 2023 മോഡൽ. 3000 കിലോമീറ്റർ. വെറും 3000 കിലോമീറ്റർ. 2,55,000 ഫൈനൽ കൊടുക്കും. പുതിയതിന് എന്ത് വില ഉണ്ടാവും? 4 രൂപ അടുപ്പിച്ചുണ്ട്. 4 ലക്ഷം വിലയുള്ള വണ്ടിയാണോ? നമ്മള് വെറും 3000 കിലോമീറ്ററുടെ വണ്ടി കൊടുക്കുന്നത് എടുക്കുന്നവർക്ക് വർത്തായിരിക്കും. 2,55,000 രൂപ. ഏകദേശം 2,20,000 നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ബാക്കി 35 സിബിൽ പക്കാണെന്നുണ്ടെങ്കിൽ 2,20,000 രൂപ. അതല്ലെങ്കിൽ ഒരു 50 രൂപ നോർമലി ഇറക്കാൻ പറ്റും. നോർമലി 50,000 രൂപ ഇറക്കാൻ പറ്റും. അടുത്തത് 2021 മോഡൽ. 1,85,000 ഫൈനൽ കൊടുക്കാം. 1,85,000 ഡൗൺ പേയ്മെന്റ്. 75 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. 75,000 ഡൗൺ പേയ്മെന്റിൽ വേണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് റോയൽ എൻഫീൽഡ് കളക്ഷൻസ് ഇരിക്കണ്ടല്ലോ. കുറച്ച് ജാവി ഇരിക്കുന്നുണ്ട്. ഏതാ മോഡൽ? ബുള്ളറ്റ് ക്ലാസിക് 2021 മോഡൽ. 21 മോഡൽ. ഇത് നമുക്കൊരു 1.45 ഫൈനൽ കൊടുക്കാം. 2021 വണ്ടി വന്നതേ ഉള്ളൂ. അകത്ത് കയറ്റി വെച്ച് കണ്ടല്ല പൊടിയും കാര്യങ്ങളും. ഈ സ്ഥലം ഓപ്പൺ ആയിട്ട് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ പൊടി അകത്ത് കയറും. അപ്പൊ എന്താ വില? 1.45. അതെ അതെ. ഒരു 35 രൂപ കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ. ജാവ എന്താ? ഏതാ മോഡൽ? 2020 മോഡൽ. 2020 മോഡൽ വരുമ്പോൾ നമുക്കൊരു 89-90 അടുപ്പിച്ചു കൊടുക്കാം. എത്രയാണ് ഇതിന്റെ റേറ്റ്?
98 രൂപ 2020 മോഡൽ 20 മോഡലാണ് 98,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇത് ഏകദേശം ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര വരും? 10 രൂപ മതി. നമുക്ക് 89 രൂപ ഫിനാൻസ് കിട്ടും. 89 ഫിനാൻസ് കിട്ടും. 2021 മോഡൽ CB ഹൈനസ് 21 മോഡൽ 1,65,000 രൂപ. 1,65,000 സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 1,65 എന്ന് പറയുമ്പോൾ ഇതും ഏകദേശം ഒരു 55 രൂപ ഇറക്കാൻ പറ്റും. 55,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇത് സൂപ്പർനോവ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് മോഡലാണ്. നമുക്ക് ഒരു 1,55 ആ പ്രൈസിന് നമുക്ക് കൊടുക്കാം. 1,55 ഇത് നമുക്ക് ഒരു 45 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. ഇത് ആരും കൊടുക്കത്തില്ല ഈ വിലയ്ക്ക്. ആരും കൊടുക്കത്തില്ല. നമ്മുടെ എത്ര? 1,55 വേറെ എവിടെയും കിട്ടില്ല. എറണാകുളത്തോ ആലപ്പുഴയിലോ കൊല്ലത്തോ തിരുവനന്തപുരം എവിടെ പോകുന്നത് ഇറക്കും. കൊല്ലത്ത് കിട്ടൂട്ടാ. കൊല്ലത്ത് ഈ ഷോപ്പിൽ കിട്ടൂട്ടാ. വേറെ ഷോപ്പിൽ കിട്ടൂല. ഇല്ല. ഇതാണെങ്കിൽ അവഞ്ചർ 2019 220 സ്ട്രീറ്റ് അല്ലേ? അതെ. നമുക്ക് 55 രൂപ കൊടുക്കാം. 55 രൂപ കൊടുക്കാം. നമുക്ക് ഇനി വേറെ വണ്ടികൾ വല്ലതും ഇരിക്കുന്നുണ്ട്? അവിടെ വേറെ വണ്ടികൾ ഇരിപ്പുണ്ട്. വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. വർക്ക്ഷോപ്പിലും കാര്യം ഇരിക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടി വേണമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് വില കുറച്ച വണ്ടിയൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടി ആ പ്രൈസ് ഞാൻ കൊടുത്തേക്കും. എക്സ്ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ 5 രൂപ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ എടുക്കുകയാണെങ്കിൽ ആ വിലയ്ക്ക് കസ്റ്റമർ കൊടുക്കും. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മൾ മറ്റേ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അതിനകത്ത് സെലക്ട് ചെയ്ത് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ആ വണ്ടി ചെറിയ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. ടോക്കൺ അഡ്വാൻസ് കൊടുക്കാം. പിന്നെ പറയാം നിങ്ങൾക്ക് വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ മാന്യമായ വില നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വേറെ എവിടെ കിട്ടണങ്ങാട്ടി വില കൊടുത്തു തീർച്ചയായും. പിന്നെ വേറെ എന്തൊക്കെ പറയാനുള്ളത്? ചെറിയ പണി കാര്യങ്ങളൊക്കെ വരും വണ്ടിക്ക്. അത് ഒരു 10,000-2,000 രൂപ പണി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു വണ്ടി എടുക്കണം. പിന്നെ നമുക്ക് മേജറായിട്ട് വരുന്ന എഞ്ചിൻ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ വാറണ്ടി ഉണ്ട്. നമുക്ക് ചെയ്തു ഒരു മാസം എഞ്ചിൻ വാറണ്ടി ഉണ്ട്. അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ നേരത്തെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എടുക്കാം. തീർച്ചയായും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കാനുള്ള ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള മെക്കാനിക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു മെക്കാനിക്കായിട്ട് ഇവിടെ വരാം, കൊണ്ടുവരാൻ എത്ര കിലോമീറ്റർ ഓടിക്കാം, തൃപ്തിപ്പെട്ടിട്ട് മാത്രം എടുത്തു മതി. അപ്പൊ ഞാനിപ്പോ വീഡിയോയിൽ ഈ വണ്ടി സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ പോലെ അല്ല, നിങ്ങൾ വന്ന് എടുക്കണം. മനസ്സിലായോ? ഇപ്പൊ വണ്ടി എല്ലാം സെറ്റപ്പ് ആണ്. പക്ഷെ വണ്ടിയാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ നോക്കിയെടുക്കാൻ നേരത്ത് പ്രശ്നം ഉണ്ടാവില്ല. വന്നു കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ തലയിൽ വെച്ചൊന്നും പറയരുതില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കാം. പിന്നെ നമുക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഡിമോട്ടോസ് തുടങ്ങിയിട്ട് എത്ര ആളായി? നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലത്തോളം ഷോപ്പായിട്ട്. ഇതിനു മുമ്പ് എത്ര കൊല്ലം ഈ ഒരു ഫീൽഡില്? നമുക്ക് എല്ലാം കൂടെ ടോട്ടൽ 5 കൊല്ലമായി. 5 കൊല്ലം ഫീൽഡിലുള്ള ആളാണ്. അപ്പൊ A to Z കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ താങ്ക് യു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇനി സെക്കൻഡ് വീഡിയോ അടിപ്പം പൊളപ്പം വീഡിയോ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്നുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്നാണ് ഒരു വീഡിയോ വേണ്ടത്. അപ്പൊ അതിന്റെ കുറച്ച് വണ്ടികൾ കുറവുണ്ട്. അപ്പൊ ഇതിലെല്ലാം 50 വണ്ടികളുണ്ട്. ഇനി ഒരു 50 വണ്ടികൾ നമ്മൾ കളക്ഷൻ എടുക്കുന്നുണ്ട്. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഇവിടെ 20-25 വണ്ടി വരെ നമുക്ക് സെറ്റ് ആക്കി വെക്കാം. ആ ഒരു കുറവാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടല വണ്ടിയായിട്ട് വരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങി ഇതെല്ലാം കാലിയാക്കിയാലാണ് പുതിയ സ്റ്റോക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വിളിക്കുന്ന നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തേക്കാം. എത്ര നമ്പർ ഉണ്ട്? നമുക്ക് 5 നമ്പർ ഉണ്ട്. 5 ഒരാളെ വിളിച്ചിട്ട് കിട്ടിയെന്ന് അടുത്താളെ വിളിക്കാം. അതിലെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ വിളിക്കുന്ന സമയം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നമുക്ക് 9 മണി തൊട്ട് രാത്രി 9-10 മണി നമുക്ക് വിളിച്ചാലും എടുക്കാം. രാവിലെ 9 തൊട്ട് രാത്രി 10 വരെ വിളിക്കാം. സൺഡേ ഓപ്പൺ ആണോ? സൺഡേ ഓപ്പൺ അല്ല. വേറെ ദൂരത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വരാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് മതി. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഫിനാൻസ് ഓൾ കേരള 3 ജില്ല വെച്ച് ബാക്കിയുള്ള കാസർഗോഡ്, പിന്നെ വയനാട്, ഇടുക്കി 3 ജില്ല കിട്ടത്തില്ല. കാസർഗോഡ് കിട്ടാൻ വേറെ ചാൻസ് വല്ലതും ഉണ്ടോ? നമുക്ക് വേറെ എന്തെങ്കിലും അവർക്ക് അവിടെ ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്കിനെ സമീപിച്ച് നമുക്ക് ചെയ്ത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്ക് അവിടെ ചെയ്യത്തില്ല. ബൈക്ക് ബസാറാണ്. അതെ, ബൈക്ക് ബസാർ. അപ്പൊ നമുക്ക് എത്ര നേരം കൊണ്ട് വണ്ടി കൊടുക്കാൻ പറ്റും? നമുക്ക് മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ വണ്ടി ഇറക്കി കൊടുക്കാം. അവര് രാവിലെ കോട്ടയത്ത് നിന്ന് വന്നേ. വെളിയിരിക്കുന്ന RS ഞാൻ പറഞ്ഞില്ല, അവർക്ക് കോട്ടയത്ത് രാവിലെ വന്ന. അപ്പം ഫിനാൻസ് സെക്യൂരിറ്റിക്കാണ്. മാക്സിമം അവർക്ക് ഒരു 1-2 മണിക്കൂർ വണ്ടി കൊടുക്കും. അപ്പൊ 1 താഴെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. 1 മേലേക്കാണെങ്കിൽ ചിലപ്പോൾ വെരിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. 1 ലക്ഷത്തിൽ താഴെ ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഏകദേശം 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും സെറ്റായിട്ട് പോവാം. അപ്പൊ താങ്ക് യു. അടുത്ത വീഡിയോ കാണണ്ടേ? ഇതിനും വലിയ വണ്ടികളായിട്ട് നമ്മൾ എന്തായാലും വരുന്നത്. ഇതിനും വലിയ വണ്ടികളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ കൊല്ലത്ത് നിന്നും ഡിമോട്ടോസിൽ നിന്നും പോയി കൊടുത്താലാ. ഓക്കെ, യെസ്.